ഇറാനെതിരെ ഇസ്രയേൽ ആക്രമണം ആസന്നമെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ. ഇസ്രയേൽ ഇറാന്റെ ഓയിൽ ഫെസിലിറ്റീസ് ലക്ഷ്യം വെച്ചേക്കാം. ഇറാൻ പ്രസിഡന്റിന്റെ വസതി, ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഹെഡ്ക്വാർട്ടേഴ്സ്, ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിയുടെ വസതിയും ലക്ഷ്യം വെച്ചേക്കാം. ഇസ്രയേലിന്റെ ചാനൽ 12 വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇറാൻ തങ്ങളുടെ എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി 9 മണി മുതൽ നാളെ രാവിലെ 6 മണി വരെയാണ് ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഇസ്രയേലിൻ്റെ F-35 യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിന് തയ്യാറായതായാണ് റിപ്പോർട്ട്. ഇസ്രയേൽ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇറാൻ്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങളായ S-300, ബാവർ 373, കോർദാത്ത് സിസ്റ്റംസ് ഇതിന് കഴിയുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. അതേസമയം ഇസ്രയേൽ ആക്രമണത്തിന് മുതിർന്നാൽ തിരിച്ചടിക്കുമെന്ന് ഇറാന് മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇസ്രയേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചേക്കില്ല. ആണവ കേന്ദ്രം ആക്രമിക്കാൻ അമേരിക്കയുടെ പിന്തുണ ഉണ്ടാവില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു. ആണവ കേന്ദ്രങ്ങൾ ഇറാൻ്റെ ഉള്ളത് പർവ്വതങ്ങൾക്കിടയിലും ഭൂഗർഭ അറവുകളിലും ആണെന്നാണ് റിപ്പോർട്ടുകൾ. പൂർണ്ണമായി ആണവ നിലയങ്ങൾ ആക്രമിച്ച് നശിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അമേരിക്ക ഇസ്രയേലിനോടൊപ്പം ആക്രമണത്തിൽ പങ്കെടുത്തേക്കാം. ബന്ദർ അബ്ബാസ് പോലെയുള്ള തുറമുഖങ്ങൾ ഇറാൻ ആക്രമണ ഭീഷണി മുൻനിർത്തി മുൻകരുതലുകൾ എടുത്തതായി റിപ്പോർട്ടുണ്ട്. അതേസമയം തങ്ങൾ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് നേവി ചീഫ് അഡ്മിറൽ അലി റീസ പറഞ്ഞു. നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ ഇസ്രയേൽ ഗസയിലും ലബനോനിലും ഭീകരപ്രവർത്തനവും അക്രമവും നടത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തങ്ങൾക്കെതിരെ ആക്രമണമുണ്ടായാൽ വ്യത്യസ്ത തരത്തിലുള്ള കൗണ്ടർ അറ്റാക്കിന് തങ്ങൾ തയ്യാറായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ്റെ ഓയിൽ എക്സ്പോർട്ടിൻ്റെ 90% നടക്കുന്നത് ഐലൻഡ് ഓഫ് കാർഗിലാണ്. ഷിപ്പുകൾ, ഓയിൽ കാർഗോ ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഐലൻഡിൽ നിന്ന് മാറ്റിയതായാണ് റിപ്പോർട്ട്. ഇറാൻ്റെ മിസൈൽ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസും ഇസ്രയേൽ ടാർഗറ്റ് ചെയ്തേക്കാം. ലോകത്തിനാവശ്യമായ ഓയിലിൻ്റെ 4% ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓയിൽ ഫെസിലിറ്റീസ് ആക്രമിക്കപ്പെട്ടാൽ എണ്ണവില കുതിച്ചുയർന്നേക്കാം. സാറ്റലൈറ്റ് പിക്ചറുകൾ കാണിക്കുന്നത് ഇറാൻ തങ്ങളുടെ കപ്പലുകൾ ബന്ദർ അബ്ബാസ് തുറമുഖത്തു നിന്നും മാറ്റിയതായും ഗൾഫിൻ്റെ പല ഭാഗത്തായും വിന്യസിച്ചതായും കാണാം. ഇറാൻ്റെ സബ്മറൈനുകളും ഗൾഫിൻ്റെ പല ഭാഗത്തായി നങ്കൂരമിട്ടിട്ടുണ്ട്. എന്നാൽ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേൽ ഇറാൻ്റെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറുകൾ ലക്ഷ്യമാക്കിയേക്കാം എന്നാണ്.